മീര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ബെല്ലാവനങ്ങൾ നിന്നെ കാത്തിരിക്കുക. എന്ത് സമാധാനം പറയാന്നറിയാതെ പേടിച്ചു നിൽക്കായിരുന്നു ഞങ്ങള്. മഹാ അത്ഭുതം പോലെ ദാ ഇപ്പൊ നിന്നെ കിട്ടിയത്. വാ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോ. എവിടെ പോ? വീട്ടില്. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം. കാറിൽ കയറാം, പക്ഷെ എവിടെ പോണെന്ന് ഞാൻ തീരുമാനിക്കും. നീ തന്നെ ഡ്രൈവ് ചെയ്തോ, ഇല്ലെങ്കിലേ നിയന്ത്രണം വിട്ട് കാർ ആക്സിഡന്റ് ആവും. മീര, എനിക്ക് മരണത്തെ പേടിയില്ല, അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. പക്ഷെ നിനക്ക് ജീവിക്കാൻ കൊതിയുണ്ട്, നീ ജീവിക്കണം. മീര, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാർ എടുക്ക്. വണ്ടി എടുക്ക്. ഹലോ മുരളേട്ടാ. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ മുരളേട്ടാ? മീരയെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ആണോ? ആ, അതെ. മീര നന്ദനെ വിളിച്ചിരുന്നു. നന്ദൻ മീരയുടെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. മീരയും വിളിച്ച് അവൻ ഉടനെ വീട്ടിലേക്ക് വരും. സമാധാനമായി. എവിടെയാ മീര ഉള്ളത്? ആ, ഇവിടെ അടുത്തുനിന്ന് എവിടെ തന്നെയാ വിളിച്ചത്. വൈകാതെ എത്തും. തൽക്കാലം അവിടെ ആരോടും പറയണ്ട. ദേവിക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞത്. സത്യം പറഞ്ഞ വലിയൊരു ആശ്വാസമായി മുരളേട്ടാ. മീരെ കാണാതെ ഇന്നലെ രാത്രി ഒന്നും ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഓ, സമാധാനായി. ദേവിക്ക് മാത്രമല്ല, ഞങ്ങൾക്കും സമാധാനമായി. ആ, ഒരു മിനിറ്റ്. ഞാൻ ഗൗരിയാ. ആ ഗൗരി. അല്ല, മീര തിരിച്ചു വന്നത് ആശ്വാസമായെന്ന് മുരളേട്ടൻ പറഞ്ഞത് കേട്ടു. പക്ഷെ വല്ലാതങ്ങ് ആശ്വസിച്ച് കളയണ്ടെന്നാ ഞാൻ പറയുന്നത്. അതെന്താ? മീര തിരിച്ചു വരില്ലേ ചന്ദ്രത്തേക്ക്? മുമ്പൊക്കെ സത്യം മനസ്സിലാക്കാത്തൊരു മണ്ടിയായിരുന്നു മീര. പക്ഷെ ഇപ്പോ അവൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് മടങ്ങുന്ന മീരയാ. അവളുടെ മനസ്സിൽ ഒരുപാട് കണക്കൂട്ടലുകൾ ഉണ്ടാവും. ഓരോ ചുവടും എങ്ങനെ വെക്കണം, ഓരോ തീരുമാനങ്ങളും എങ്ങനെ നടപ്പിലാക്കണം എന്നൊക്കെ അളന്നു കുറിച്ചിട്ടാവും അവളുടെ വരവ്. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാം അറിഞ്ഞിരിക്കാനും അത്യാവശ്യം ഒരുങ്ങിയിരിക്കാനുള്ള സൂചന തന്നതാ. മനസ്സിലാവുന്നുണ്ട് ഗൗരി. ശരി, അവര് വന്നു കഴിഞ്ഞ ശേഷം കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വിളിച്ച് പറയണം. ശരി. എന്നാ വെച്ചോ. കൂടുതൽ അപകടങ്ങളുമായിട്ടാണോ മീരയുടെ തിരിച്ചുവരവ്? എവിടേക്ക് നമ്മൾ പോകുന്നത്? നേരെ വിട്ടോ. എന്തിനാ നീ കാർ നിർത്തിയേ? കാർ എടുക്ക്. അങ്കിളോട് വെയിറ്റ് ചെയ്യാൻ. അച്ഛൻ കാത്തിരിക്കുന്നതിന് എനിക്കെന്ത് വേണം? അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാ മതി. മീര, നീ കളിക്കല്ലേ. മീര ഇന്നലെ മുതൽ കാണാനില്ലെന്ന് അങ്കിളിനോട് ആരെങ്കിലും പറഞ്ഞാ അത് വലിയ ഇഷ്യൂ. ആ ഇഷ്യൂ ആണ് നിങ്ങളുടെ ഇഷ്യൂ അല്ലേ, അല്ലാതെ ഞാനല്ല.
എന്തായാലും ഞാൻ ഹെൽത്ത് ക്ലബിൽ പോയെന്നല്ലേ പറഞ്ഞത്. അച്ഛനത് വിശ്വസിച്ചോളൂ. അല്ല, മീര ഹെൽത്ത് ക്ലബിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ദൈവവിളി കിട്ടി. ബലരാമനോട് കൃത്യമായിട്ട് കള്ളം പറഞ്ഞൊഴിയാൻ പറ്റിയല്ലോ. നല്ല എക്സ്ക്യൂസ് ഇതല്ലേ? മീര, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നെയും ദേവി ഒരുമിച്ച് കണ്ടതിന്റെ കാര്യം ചോദിക്കാൻ തുടങ്ങുമായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നന്ദൻ പറഞ്ഞില്ലേ അച്ഛനോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന്? എന്താ? അത് ഞാൻ പറയാം. അങ്കിളിന്റെ മുമ്പ് വെച്ച് തന്നെ പറയാം. പറ്റില്ല, ഇപ്പൊ പറയണം. ഞാനും ദേവിയും വിവാഹിതരാണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞാലോ? വേണ്ട, ഇവളെന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയാൻ പറ്റില്ല. എന്തോ കള്ള ആലോചിക്കാണോ? എന്നോട് വിളിക്കണ്ട. എന്താ പറയാൻ വന്നേന്ന് വെച്ചാ ഇപ്പൊ പറയണം. പറയാം. അതിങ്ങനെ വഴിയിൽ വെച്ച് പറയേണ്ട കാര്യമല്ല. ഒരു സാവകാശം വേണം. പറ്റില്ല, ഇപ്പൊ തന്നെ പറയണം. മീര, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. സോറി മീര. മീരെ കാണാതായതിന്റെയും അങ്കിള് കാത്തിരിക്കുന്നതിന്റെയും ഒക്കെ കൂടിയുള്ള ഒരു ടെൻഷൻ കൊണ്ടാ ഞാൻ. സോറി. വീട്ടിൽ പോകാം. കുട്ടികൾ വന്നില്ല അല്ലേ? എത്തിയിട്ടില്ല. ചിലപ്പോ മീര വല്ല ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ടുണ്ടാവും. അവളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചാ ഇനിയിപ്പോ നടക്കില്ലല്ലോ. ബലരാമൻ എപ്പോഴാ ഡൽഹിക്ക് മടങ്ങുന്നത്? ഇന്ന് തിരിക്കണമെന്നാ വിചാരിച്ചേ. ചിലപ്പോ ഒരു ദിവസം കൊണ്ട് നിൽക്കേണ്ടി വരും. രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞാലേ പറയാൻ പറ്റും. സിദ്ധു എന്താ ചോദിച്ചേ? അല്ല, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണമായിരുന്നു. പിള്ളേരുടെ കല്യാണക്കാരൊരിക്കും. നമുക്കിപ്പോ തന്നെ സംസാരിക്കാം. അയ്യോ, സമയമായി. സിദ്ധുവിനെയും സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഒരു കാര്യം ചെയ്യാം, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അപ്പോ മീരയും കാണല്ലോ. ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് അറിയിക്കാം. മീരമോള് ഇതെവിടുന്ന് കണ്ടുപിടിച്ചു? ബലരാമനുകൾ പോയോ? ഇല്ല, സാറകത്തുണ്ട്. ഭാഗ്യം, അങ്കിള് പോയിട്ടില്ല. നമ്മള് ഹെൽത്ത് ക്ലബിൽ നിന്ന് തന്നെ വരുന്നു പറഞ്ഞാ മതി. മീരമോള് ഇന്നലെ എവിടെയായിരുന്നു? ഇവിടെ എല്ലാവരും പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇടയ്ക്കൊക്കെ ഒരു പേടി നല്ലതാ. ഭഗവാനെ, എന്റെ ദേവിമോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. ഇനി വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല. ചിലപ്പോ ഹെൽത്ത് ക്ലബിലെ വല്ല സ്പെഷ്യൽ പ്രാക്ടീസോ വല്ലതായിരിക്കും. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിളിക്കാം. അതാ നല്ലത്. CMO ആയിട്ടുള്ള മീറ്റിംഗ് അല്ലേ, അതിന്റെ പ്രാധാന്യം കൊടുക്കണം. അതെ അതെ. അപ്പൊ ഓക്കെ സിദ്ധു, ഞാൻ വിളിക്കാം. മോളെ, ശരി. ആഹാ,
കറക്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ മോള്. അച്ഛാ വാ. സുഖമല്ല എന്റെ മോക്ക്? ഇനിയിപ്പം മീറ്റിംഗ് കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. നന്ദൻ എന്നെ ക്ലബിൽ വന്ന് വിളിക്കുമായിരുന്നു അച്ഛാ. നന്ദൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അച്ഛനെ കാണാൻ പറ്റില്ലായിരുന്നു. ആ, നിനക്ക് വേണ്ടി ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് നന്ദനല്ലേ? അതുപോലെ നിന്റെ ജീവിതവും ഇനി നന്ദന് വേണ്ടിയുള്ളതാ. അല്ലേടോ സിദ്ധു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ, അത് മനസ്സിലാക്കി തന്നെ അവരുടെ ജീവിതം. ആ, ഒരു മിനിറ്റ്. അവിടെ നീങ്ങിന്ന് ചേർത്ത് നിൽക്കും മോളെ. സിദ്ധു നോക്ക്, ഇവരെ കണ്ടോ? എന്തൊരു ചേർച്ച ഇവര് തമ്മില്. മേഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞ ഇതാ. അല്ല അങ്കിളിന് മീറ്റിംഗിന് പോകാൻ സമയമായില്ലേ? ഓഹോ, എന്റെ മോളെയും മരുമോനെയും കണ്ടപ്പോ മീറ്റിംഗിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഇവരുടെ വിവാഹം നമുക്കൊരു ആഘോഷമാക്കണം സിദ്ധു. ആഹാ, ഇതാരാ? ഇങ്ങ് വന്നേ. ആ മോളെ, കല്യാണ ദിവസങ്ങളിൽ മീരയുടെ തോഴിയായിട്ട് മോള് കൂടെ ഉണ്ടാവണം. മീരയെ ഒരുക്കാനും ആഭരണങ്ങൾ അണിയിക്കാനും ഒക്കെ ദേവികയുടെ ഒരു നോട്ടം വേണം. പിന്നെ രജനി മോള് കൂടെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞത് മോളെ ഏറ്റല്ലോ അല്ലേ? ബലരാമ, മീരയുടെ കല്യാണത്തിന്റെ മുഴുവൻ ചുമതലയും എനിക്കായിരിക്കും. മീരയെ അണിയിച്ചൊരുക്കുന്നത് സിറ്റിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കും. ഓ ഗ്രേറ്റ്. അങ്കിളെ എന്താ അങ്കിളിന് എപ്പോഴാണ് മീറ്റിംഗ് കഴിയുന്നത്? എത്ര മണിക്കെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്താ പറയാ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം നന്ദ? ആ, കല്യാണത്തിന്റെ കാര്യങ്ങൾ തന്നെ. അതിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ. ഓ, അതൊക്കെ ഞാനും ബലരാമനും തമ്മിൽ സംസാരിച്ചോളാം. എന്തായാലും മീറ്റിംഗ് കഴിയട്ടെ. അതെ. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം.
ഓ എന്നാ എല്ലാവരോടും ഞാൻ ഇറങ്ങാട്ടോ. ഓക്കെ, ബാമളെ. നന്ദ, നീ എന്താ ബലരാമനോട് പറയാൻ തുടങ്ങിയത്? ഞാനും ദേവിയും വിവാഹിതരാണെന്ന്. നോക്ക്, നിന്നെയും മീരയും ബലരാമനെ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ കാണാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നോ? ഞാൻ സമ്മതം കൊടുത്തോ? എന്തായാലും അങ്കിള് ഡൽഹിക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാ കാര്യവും പറയും. നന്ദ, അപ്പോ ശരി സുധു, ഞാൻ വിളിക്കേ. ആ ആ മോളെ, അച്ഛൻ പോയിട്ട് വരാം. ബൈ. ശരി. അങ്കിൾ, ഉം. ഞാൻ കാരണം എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല. അങ്ങനെ സാരാക്കാതെ വിടാൻ പറ്റില്ലല്ലോ അങ്കിൾ. എല്ലാത്തിനും കാരണക്കാരി ഞാനല്ല, അത് അങ്കിളിനും അറിയായിരിക്കുമല്ലോ. ഈശ്വര, ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. ഡേ, നമുക്ക് ചെന്ന് ദേവിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാലോ? എന്തിന്? ആ ചന്ദ്രത്തെ വീടേ ചേച്ചിയുടെ കൂടി വീടാ. ചേച്ചി അവിടെ വലിഞ്ഞു കയറി ചെന്ന് താമസിക്കൊന്നുമല്ല. നന്ദേട്ടൻ താലി കെട്ടി കൊണ്ടുപോയതാ. ആരെയെങ്കിലും പേടിച്ച് അവിടെ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. മീരയുടെ ഇപ്പോഴത്തെ ഇറങ്ങിപ്പോക്കും തിരിച്ചു വരവും നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണണം. അമ്മ ഒന്ന് ചുമ്മാതിരുന്നേ. എന്ത് ഗൗരവമായിട്ട് കാണണമെന്ന് അമ്മ പറയുന്നേ? ചേച്ചി നന്ദേട്ടനും ഭാര്യയും ഭർത്താവുവാ. അവര് തൊടവും പിടിക്കുകയൊക്കെ ചെയ്യും. അത് കണ്ടിട്ട് അവൾ ഇറങ്ങി പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. ശരി, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? മീരയുടെ അച്ഛനൊക്കെ വന്നിട്ട് അവിടെ ഓരോരോ ആലോചനകളാ. അവരൊന്ന് ആലോചിക്കേ രണ്ടാലോചിക്കേ ഒക്കെ ചെയ്യട്ടെ. അതിന് നമ്മൾ പേടിക്കുന്ന എന്തിനാ? ആ മീരയ്ക്ക് പല നേരത്ത് പല സ്വഭാവമാ. കഴിഞ്ഞ പ്രാവശ്യം അച്ഛന് ജോലിക്കെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇതുപോലൊരു നല്ല ആളെ ഈ ലോകത്ത് വേറെ കിട്ടില്ല എന്ന് തോന്നും. ഇപ്പതാ വേറൊരു രീതി. ഇനി നമ്മൾ അവളെ ശ്രദ്ധിക്കാനൊന്നും പോണ്ട, പേടിക്കാനും പോണ്ട. മോളെ, നിനക്കിത് നിസ്സാരമായിട്ട് പറയാം. എനിക്കാണെങ്കിൽ മനസ്സിൽ പേടി മാത്രമേ ഉള്ളൂ. അമ്മ കുറച്ച് പേടിച്ചോ, സാരമില്ല. എന്നാ ഒരു കാര്യം ചെയ്, നീ ദേവികയെ ഒന്ന് വിളിക്കേ. തൊട്ടേനും പിടിച്ചേനും ഒക്കെ ചേച്ചിയെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടമ്മേ. കാര്യങ്ങള് ചേച്ചിയും നന്ദേട്ടനും കൂടി കൈകാര്യം ചെയ്തോളും. നീ എന്റെ ഒരു സമാധാനത്തിന് ഒന്ന് വിളിക്ക്. ഓ ശരി, വിളിച്ചു തരാം. ദാ ബെല്ലുണ്ട്. ആ, ഹലോ അമ്മേ. മോളെ, മീര വന്നു അല്ലേ? വന്നു അമ്മേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.